ഇപ്പോൾ അടുത്തായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള കിച്ചണിൽ ഒരു വാളാണ് ഇട്ടത്. ഈ ഒരു വാൾ ഇത്രയും വൃത്തിയായിട്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാളിന് താഴെയായിട്ടാണ് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്കറിൽ വിസിലൊക്കെ വരുന്ന സമയത്തൊക്കെ സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ട് എണ്ണയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഈ വാൾ കംപ്ലീറ്റ് അങ്ങ് വൃത്തിയായിട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മളൊരു വാൾ സ്റ്റിക്കർ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം സക്സസ് ആകും എന്ന് അറിഞ്ഞു. ഇവിടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ജസ്റ്റ് കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നീട് അത് വാങ്ങി. ഇത് നല്ലോണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് തോന്നി കേട്ടോ. 60 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 2 മീറ്റർ ലെങ്ത്തും ഉള്ള ഈ ഒരു വാൾ സ്റ്റിക്കറിന് വരുന്നത് വെറും 99 രൂപ മാത്രമാണ്. മുന്നേ ഞാൻ ഓൺലൈനിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ട് ഒരു വാൾ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 30 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് 3 മീറ്റർ ലെങ്ത് ഉണ്ടെങ്കിൽ പോലും അത് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് ഇത് അങ്ങനെ ഒന്നുമല്ല, കുറച്ച് ഗ്ലോസി ടൈപ്പാണ്. ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ ഫോർ കിച്ചൺ. ഈ ഒരു വാൾ സ്റ്റിക്കറിന് ഇത് കണ്ടോ, ഒരു സീ ഷോർ കളർ കോംബോ ആണ് വരുന്നത്. അത് മാത്രമല്ല ഒരു മാർബിൾ ടെക്സ്ചറും കൂടി അതിനെ കൊണ്ട് തന്നെ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാൾ സ്റ്റിക്കറിന്റെ ബാക്ക് സൈഡിൽ കണ്ടില്ല ഈ ഒരു പേപ്പർ, ഇത് അങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാൾ സ്റ്റിക്കർ കറക്റ്റ് അവിടെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കും. നല്ല പ്രസ് ചെയ്തിട്ട് എയർ ഒന്നും കൊടുങ്ങാണ്ട് ചെയ്താൽ മതി. അതല്ലാണ്ട് എക്സ്ട്രാ ഗമ്മോ കാര്യങ്ങളൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒട്ടിക്കുമ്പോൾ എയർ ഒന്നും കൊടുങ്ങാണ്ട് നല്ല ഫിനിഷിംഗിലായിട്ട് വലിച്ചെന്നെ ഒട്ടിക്കാൻ നോക്കണുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് അതിനെ കൊണ്ട് ജസ്റ്റ് ഒരു ഹെൽപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിലും അടപ്പെട്ടാലും കുറച്ചൊക്കെ മുജി പോയിട്ടുണ്ട്. കാരണം ഇത് എയറൊക്കെ കുടുങ്ങിയിട്ട് ഒരു ചുളിവ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെക്സ്ചർ വന്നിട്ട് ഒരു മാർബിൾ ടെക്സ്ചർ അതിനെക്കൊണ്ട് അത് വല്ലാണ്ട് അങ്ങ് അറിയണില്ല. കടുകോറ ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ഇനി എന്തും കുക്ക് ചെയ്യാൻ കിച്ചണില്. കാരണം തെറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാൾ സ്റ്റിക്കറിലല്ലേ ജസ്റ്റ് അത് തുടച്ചെടുത്താൽ മതി. അല്ലാണ്ട് പെയിന്റ് ഒന്നും അല്ലല്ലോ. പെയിന്റ് ആണെങ്കിൽ നമുക്ക് പെയിന്റ് എപ്പോഴും പെയിന്റ് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. വാൾ സ്റ്റിക്കർ എപ്പോഴും വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഫൈനൽ ലുക്ക്? സെറ്റ് അല്ലേ?